കരിയർ ഗ്യാപ്പ് ഉള്ള ഒരാൾക്ക് കരിയർ റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള ഒരു സൊല്യൂഷൻ? കരിയർ ഗ്യാപ്പുള്ള ആൾക്കാരുടെ കാൻഡിഡേറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവരുടെ കോൺഫിഡൻസ് ലെവൽ കംപ്ലീറ്റ് പോയി കിടക്കുന്നുണ്ടാവും. ഈ ഗ്യാപ്പ് വന്നതുകൊണ്ട് ഇനി പുതിയതായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് ഒരുപാട് പേടിയുണ്ടായി. അതിൻ്റെ കാരണം അത് ഇൻഡസ്ട്രിയുടെ കറണ്ട് സ്റ്റേറ്റ് എന്താണെന്ന് അവർക്കറിയില്ല. അപ്പോൾ അതിന് ഏറ്റവും നല്ല വഴി കറണ്ട് സ്റ്റേറ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്, ക്യാച്ചപ്പ് ചെയ്യുക. അതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ നല്ലൊരു മെൻറ്ററുടെ അടുത്ത് പോയി സംസാരിക്കുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കൺസൾട്ടൻസി അഗൈൻ അതിനെ നിങ്ങൾക്ക് അഡ്വൈസ് ഒക്കെ തരാൻ റിലവൻ്റ് ആയിട്ടുള്ള വളരെ ഓത്തൻറ്റിക് ആയിട്ടുള്ള കൺസൾട്ടൻസിയുടെ അടുത്ത് പോകാം. അതിന് വളരെ നല്ലതാണ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രൊവൈഡർ തന്നെ ആയിരിക്കും നല്ലത്. IT ഇൻഡസ്ട്രിയിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുക, എന്നിട്ട് അവയർനെസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ അടുത്തതായിട്ട് ഗ്യാപ്പ് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലെങ്കിൽ അതിന് അടുത്ത കുറച്ച് വർഷത്തേക്കുള്ള ഏതാണ് ടെക്നോളജി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്യുക, വീണ്ടും റീട്രെയിൻ ചെയ്യുക. പിന്നെ നിങ്ങൾ കരിയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഇതിൽ യൂസ്ഫുൾ ആണ്. അപ്പോൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. മറ്റുള്ള ഒരു ഫ്രഷറേക്കാൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് എഡ്ജ് ഉണ്ട്. കാരണം നിങ്ങളുടെ മുൻ പരിചയം ഈ ഒരു ട്രെയിനിങ്ങോട് കൂടി അത് കുറേയും കൂടി ഒന്ന് സ്ട്രോങ് ആയി മാറും. അടുത്തൊരു ഇതിൽ ചെല്ലുമ്പോൾ ആ ഗ്യാപ്പും ഇതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ യാതൊരു കാരണവശാലും പേടിക്കണ്ട. ഇഷ്ടം പോലെ സമയമുണ്ട്, ഒരിക്കലും ഇറ്റ്സ് നെവർ ലേറ്റ്. അത് സ്റ്റാർട്ട് ചെയ്യുക, വീണ്ടും ഇൻഡസ്ട്രിയിലേക്ക് ചെല്ലുക. നിങ്ങളെപ്പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒരുപാട് ഇൻഡസ്ട്രിക്ക് ആവശ്യമുണ്ട്. ഇൻഡസ്ട്രിയിൽ ആവശ്യത്തിനുള്ള ടാലൻസിന് കിട്ടാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ യാതൊരു കാരണവശാലും ഒരു പേടിയും വേണ്ട, ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോയി.